വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ വീതിയിലാഴ്ത്തിയ കടുവയെ പിടിക്കുവാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് കോട്ടയം ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചത്. വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടുവാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും ജനങ്ങൾ ഭീതിയിൽ ആവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വനം വകുപ്പിൽ വിവരമറിയിക്കുകയും വനം വകുപ്പ് പ്രദേശത്ത് ഇറങ്ങിയ കടുവയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടുവ ക്യാമറയുടെ മുൻപിൽ എത്തുകയും വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരുന്നു. തുടർന്നാണ് കോട്ടയം വൈൽഡ് ലൈഫ് ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം വെറ്റിനറി അസിസ്റ്റന്റ് ഡോക്ടർ അനുരാഗിന്റെ നേതൃത്വത്തിൽ മൂലക്കയം മാട്ടുപ്പെട്ടിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള കൂട് സ്ഥാപിച്ചതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി.കെ. റെജിമോൻ പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ കടുവയുടെ പടങ്ങൾ പതിയുകയും ചെയ്തിരുന്നു. ഈ വിവരം നമ്മൾ മേലധികാരത്തെ അറിയിച്ച് അവിടുന്ന് കൂട് വയ്ക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ തരികയും ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തേക്കടി വെറ്ററി സർജൻ്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത്. മുൻപ് വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഭാഗത്ത് പുലി ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മൂങ്കലാറിലെ പുലിയെ പിടികൂടുന്നതിനായി മൂങ്കലാർ തേയിലക്കാട്ടിൽ കൂട് സ്ഥാപിച്ചത്. എന്നാൽ കൂട് സ്ഥാപിച്ച് 6 മാസം പിന്നിട്ടിട്ടും പുലി കൂട്ടിൽ വീണില്ല. തുടർന്നാണ് അവിടെ നിന്നും കൂട് മൂലക്കയം ഭാഗത്തെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ കടുവ കൂട്ടിൽ അകപ്പെടും എന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ഇതേസമയം മൂലക്കയം മാട്ടുപ്പെട്ടി മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി ഉണ്ടാവുകയാണ്. സ്ഥിരമായി ഇവിടെ കരടിയെയും കണ്ടുവരാറുണ്ട്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലാണ് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. ട്രെഞ്ച്, ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതിന് ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. മലനാട് ന്യൂസ്, ഇടുക്കി. You are watching India's first NGO television, Malanad TV India.